മറ്റൊരു റിപ്പോർട്ടിലേക്ക്. ബംഗളൂരുവിൽ മഴയിൽ ചുറ്റുമതിൽ ഇടിഞ്ഞു വീണുണ്ടായ അപകടത്തിൽ മരിച്ച മലയാളികളായ സ്മിതയുടെയും ലതയുടെയും മൃതദേഹം സംസ്കരിച്ചു. ജന്മനാടായ എറണാകുളം രാമമംഗലത്തായിരുന്നു സംസ്കാര ചടങ്ങുകൾ. അപകടത്തിൽ പരിക്കേറ്റ മറ്റു 3 മലയാളികൾ ചികിത്സയിൽ തുടരുകയാണ്. ബംഗളൂരുവിലേക്ക് ഏറെ സന്തോഷത്തോടെ വിനോദയാത്ര പോയ സ്മിതയും ലതയും ചേതനയറ്റാണ് രാമമംഗലത്തേക്ക് തിരിച്ചെത്തിയത്. എപ്പോഴും കാണുകയും സന്തോഷത്തോടെ നാട്ടിലെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും ചെയ്തിരുന്ന ഇരുവരും ഇനി ഒപ്പമില്ലെന്നത് നാട്ടുകാർക്ക് ഇനിയും ഉൾക്കൊള്ളാനായിട്ടില്ല. ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് ഇരുവരുടെയും മൃതദേഹം നാട്ടിലെത്തിച്ചത്. രാമമംഗലം പഞ്ചായത്ത് ഓഫീസ് മുറ്റത്ത് പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കാണാൻ നാട് മുഴുവൻ ഒഴുകിയെത്തി. സംസ്ഥാന സർക്കാരിന് വേണ്ടി ജില്ലാ കലക്ടർ ജി പ്രിയങ്കയും അനൂപ് ജേക്കബ് MLAയും അന്തിമോപചാരം അർപ്പിച്ചു. രാമമംഗലത്ത് അമൃതംപൊടി നിർമ്മാണ യൂണിറ്റിലെ നടത്തിപ്പുകാരായിരുന്നു സ്മിതയും ലതയും അപകടത്തിൽപ്പെട്ട മറ്റു 3 പേരും. ഇന്നലെ രാവിലെയാണ് എറണാകുളം കുടുംബശ്രീ മിഷനു കീഴിൽ പ്രവർത്തിക്കുന്നവർ ഉൾപ്പെടെ 56 അംഗ സംഘം എറണാകുളത്ത് നിന്നും ബംഗളൂരുവിലേക്ക് പോയത്. വിമാനത്തിൽ കയറണമെന്നത് ഏറെ കാലമായുള്ള ആഗ്രഹമായിരുന്നു. നാടിനാകെ ജനങ്ങളെ ആകെ സങ്കടത്തിലാഴ്ത്തിയിരിക്കുന്ന ഒരു സംഭവമാണ്. കുടുംബശ്രീയുടെ പ്രവർത്തകർ എന്ന രീതിയിൽ മാത്രമല്ല, നാട്ടിലെ സാമൂഹ്യ വിഷയങ്ങളിലൊക്കെ സാന്നിധ്യം അറിയിക്കുന്ന 2 സഹോദരിമാരായിരുന്നു ലതയും സ്മിതയും. അതുകൊണ്ട് തന്നെ അവർക്കും വലിയ പ്രയാസമാണ്. വളരെ നിർധന കുടുംബങ്ങളിലെ അംഗങ്ങളുമായിരുന്നു. ബംഗളൂരു നഗരം കണ്ട് ഇന്ന് നാട്ടിലേക്ക് തിരിച്ചു വരാൻ ഇരിക്കെ വൈകിട്ട് ഷോപ്പിംഗിനായി ഇറങ്ങിയതായിരുന്നു സംഘം. കനത്ത മഴയെ തുടർന്ന് ഇവർ കയറി നിന്ന ഭാഗത്തെ മതിൽ തകർന്നു വീണാണ് അപകടമുണ്ടായത്. ഞങ്ങൾ അഞ്ചരിക്കാണ് കൊണ്ടുവിട്ട എയർപോർട്ടിൽ. കൊണ്ടുവിട്ടതിന് ശേഷം അവർ പോയി ഞങ്ങൾ അവിടെ തിരിച്ചു വന്നതിന് ശേഷം 1 മണിക്കൂറിന് ശേഷം അവിടെ ബാംഗ്ലൂർ എത്തി. അത് കഴിഞ്ഞ പിന്നെ ശേഷം ഞങ്ങളൊന്നും വിളിച്ചില്ല. പിന്നെ വിളിച്ചു കഴിഞ്ഞാൽ ആശുപത്രിയിൽ എന്ത് സംഭവം ഉണ്ടെന്നാണ് വിളിച്ചത്. ഇത് സംഭവം നമ്മൾ അറിഞ്ഞില്ല. അപ്പോൾ തന്നെ ഞങ്ങൾ പെരുമ്പാവൂർ എത്തിയുള്ളൂ. ഇവിടെ വന്നപ്പോഴത്തേനും പറഞ്ഞു ഇന്നപോലെ ആള് സീരിയസ് ആളാ പറഞ്ഞുള്ളൂ. ഈ സംഭവം ഒന്നും പറഞ്ഞിട്ടില്ല. കർണാടക സ്വദേശികളടക്കം 8 പേരാണ് മരിച്ചത്. നിരവധി പേർക്ക് പരിക്കുണ്ട്. രാമമംഗലം സ്വദേശികളായ മായ, സിജി, പ്രീതി എന്നിവരും ചികിത്സയിലുണ്ട്. ഇതിൽ സിജിയുടെ നട്ടലിനാണ് പരിക്ക്. പരിക്കേറ്റ മായയുടെയും പ്രീതിയുടെയും ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് മലയാളം, കൊച്ചി.